തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. ആവശ്യമെങ്കിൽ രോഗികളെ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കും. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത്. അലക്സ്, ഈ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉള്ളപ്പോഴാണ് സാധാരണ കോളറ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശുചിത്വം പാലിക്കണം, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും നൽകിയിട്ടുണ്ടല്ലോ. കൃഷ്ണ, നെയ്യാറ്റിൻകര തവരവിള കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സ്കൂൾ സൊസൈറ്റിയിൽ താമസിച്ചിരുന്നവർക്ക് അവിടുത്തെ കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഛർദിയും വയറിളക്കവും ഉണ്ടായത്. അതിലൊരാൾക്ക് SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടി 10 വയസ്സ് ഉള്ള കുട്ടിയാണ്. ആ കുട്ടിക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. SIT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ബാക്കി 12 കുട്ടികൾ ഈ രോഗലക്ഷണങ്ങളോടുകൂടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി മന്ത്രി വ്യക്തമാക്കുന്നു. ഈ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഭക്ഷ്യ വിഷബാധ എന്നാണ് ഈ കെയർ ഹോമിലുള്ളവർ സംശയിച്ചത്. അതിനുശേഷം രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ തൊട്ടടുത്ത പ്രാഥമികാരോഗ്യ കേന്ദ്രം പെരുമ്പഴൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ സ്ഥലത്ത് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയതായി വ്യക്തമാക്കുന്നുണ്ട്. ഇനി കൂടുതൽ രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തുന്നുണ്ടെങ്കിൽ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ പരിചരണം ഉറപ്പാക്കുന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കോളറ ബാധിക്കാതിരിക്കാൻ വിവിധ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും. വിവരങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും.